നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ ഇന്ന് മൊറോക്കോയെ നേരിടുകയാണല്ലോ. മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ വിനി ജൂനിയർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ നെയ്മർ ജൂനിയറെക്കുറിച്ചും ബ്രസീൽ ടീമിൻ്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നെയ്മർ ജൂനിയറുടെ സാന്നിധ്യം ഈ ടീമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. താനൊക്കെ ഒരുപാട് കളികൾ, ഒരുപാട് നീക്കങ്ങൾ നെയ്മറുടെ കളി കണ്ട് പഠിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സോ നെയ്മറുടെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ വിനി ജൂനിയർ പറയുന്നു. നല്ല പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വിനി പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. വിനി പറയുന്നു, തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് ദേശീയ ടീമിനോടൊപ്പമുള്ള ഈ ദിവസങ്ങൾ. ഞാനിവിടെ ബെസ്റ്റ് പീപ്പിളിനൊപ്പമാണ് ഉള്ളത്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ തന്നെ പക്വറ്റ, ബ്രൂണോ ഗുയിമേറസ് തുടങ്ങിയവർക്കൊപ്പം കളിച്ചിരുന്നു. ആ പ്ലെയേഴ്സ് എല്ലായ്പ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ രാജ്യത്തെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഇതിനേക്കാൾ നല്ല മറ്റൊരു കാര്യവുമില്ല. നെയ്മർ ജൂനിയറെക്കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരികെ വരുമെന്നാണ്. നെയ്മർ എൻ്റെ ഐഡോളാണ്. ഞാൻ കളിക്കളത്തിൽ നടത്തുന്ന നീക്കങ്ങളൊക്കെ നെയ്മറുടെ കളി വാച്ച് ചെയ്ത് പഠിച്ചെടുത്തവയാണ്. കളിക്കളത്തിൽ ഞാൻ ചെയ്യുന്നതൊക്കെ നെയ്മർ ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. നെയ്മർ ജൂനിയർ തിരികെ വരിക എന്നുള്ളത് ഈ ടീമിന് ഏറെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നെയ്മർ വളരെ സ്പെഷ്യലാണ്. അദ്ദേഹം എനിക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ നൽകാറുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് അദ്ദേഹം ഫിറ്റായി ടീമിനോടൊപ്പം കളിക്കാൻ ഇറങ്ങുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിനെ മറ്റൊരു വേൾഡ് കപ്പിൽ കൂടി റെപ്രസെൻ്റ് ചെയ്യാൻ ഞങ്ങൾ ഇറങ്ങുകയാണ്. വലിയ സന്തോഷമുണ്ട്. കളിക്കളത്തിൽ അതിൻ്റെ റിസൾട്ട് നാളെ ന്യൂയോർക്കിൽ കാണിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് എന്നുകൂടി വിനി ജൂനിയർ പറയുന്നു. ഏതായാലും മത്സരം മൊറോക്കോക്കെതിരെയാണ്. ഒട്ടും എളുപ്പമല്ല. എതിരാളികൾ ശക്തരാണ്. അത് വിനിക്കറിയാം. വിനി അതും സമ്മതിച്ചിട്ടുണ്ട്. മൊറോക്കോ ഇപ്പോൾ മികച്ച ടീമാണ്. അപ്പോൾ അവരെ നേരിടുമ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളതും വിനി ജൂനിയർ പറയുന്നു. കാത്തിരിക്കാം ഇന്നത്തെ സൂപ്പർ പോരാട്ടത്തിനായി. ഇന്നെന്ന് പറയുമ്പോഴും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 കളി നടക്കുന്നത്. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.